നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപ് പഠിച്ച പണി 18 പയറ്റിയിട്ടും ഇതുവരെയായിട്ട് നിർത്താൻ പറ്റാത്ത ഒരു യുദ്ധമാണ് റഷ്യ യുക്രൈൻ. അദ്ദേഹം അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞിരുന്നു ലോകത്തിന്റെ പല കോണുകളിൽ നടക്കുന്ന യുദ്ധങ്ങൾ താൻ നിർത്തിക്കുമെന്ന്. എന്നാൽ അധികാരത്തിലേറി ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു ചെറിയ വിരൽ അനക്കാൻ പോലും ട്രംപിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാണ് യുദ്ധ വിദഗ്ധരടക്കം തന്നെ വിലയിരുത്തുന്നത്. പലപ്പോഴും ചർച്ചകൾ നടത്തി ഒരു സമവായത്തിൽ എത്താൻ നോക്കുമെങ്കിലും ഇതുവരെയായിട്ടും ഒന്നും പൂർണ്ണ വിജയം കൈവരിച്ചിട്ടില്ല. പക്ഷെ അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അറ്റാക്കും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സാധാരണക്കാരാണ് അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നടന്നതിൽ വെച്ച് യുക്രൈന് നേരെ ഏറ്റവും വലിയ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ. നൂറുകണക്കിന് ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയതായി യുക്രൈൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 2022 യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിത്. ഖാർക്കീവിൽ 4 പേരും ഗർസണിൽ 2 പേരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു. റഷ്യയുടെ ആക്രമണത്തിൽ ആകെ 537 വ്യോമായുധങ്ങൾ ഉപയോഗിച്ചതായാണ് യുക്രൈൻ ആരോപണം. ആക്രമണത്തിനിടയിലെ ചെറുത്തുനിൽപ്പിൽ F-16 യുദ്ധവിമാനത്തിന്റെ പൈലറ്റ് മരിച്ചതായി യുക്രൈൻ വ്യോമസേന വിഭാഗം അറിയിച്ചു. അപകടത്തിൽപ്പെട്ട വിമാനം ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാൻ പൈലറ്റിന് സാധിച്ചില്ലെങ്കിലും തകരുന്നതിന് മുൻപ് ഇയാൾക്ക് പുറത്തേക്ക് ചാടാനായില്ല. ആക്രമണത്തിൽ 477 ഡ്രോണുകളും 60 മിസൈലുകളും റഷ്യ ഉപയോഗിച്ചു. ഇതിൽ 249 എണ്ണം യുക്രൈൻ വെടിവെച്ചിടുകയും 226 എണ്ണം മറ്റു രീതിയിൽ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഇതിനിടെ ഡൊണറ്റ്സ്ക് പ്രദേശത്തിന്റെ സൈനിക വിന്യാസം വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് റഷ്യ. നൗക്രൈൻക എന്ന ഗ്രാമം പിടിച്ചെടുത്തതായും റഷ്യ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഏറ്റുമുട്ടലിൽ റഷ്യയ്ക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുക്രൈന്റെ 3 ഡ്രോണുകൾ രാത്രിയിൽ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. മറ്റൊരു സംഭവത്തിൽ റഷ്യൻ നഗരമായ ബ്രയാൻസ്കിസിലെ 2 പേർ യുക്രൈൻ വ്യോമാക്രമണത്തിൽ മരിച്ചതായും പ്രാദേശിക ഗവർണർ അലക്സാണ്ടർ ബോഗോമസ് അറിയിച്ചു. ഇതുകൂടാതെ 7 ഡ്രോണുകൾ കൂടി നഗരപ്രദേശത്ത് കണ്ടതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെറുത്തുനിൽപ്പിൽ റഷ്യയുടെ 211 ഡ്രോണുകളും 38 മിസൈലുകളും നശിപ്പിച്ചതായി യുക്രൈൻ സേന അവകാശപ്പെട്ടു. കഴിഞ്ഞ വർഷമാണ് അമേരിക്കയിൽ നിന്ന് യുക്രൈൻ F-16 വിമാനം വാങ്ങിയത്. യുക്രൈൻ റഷ്യ സംഘർഷം ആരംഭിച്ചതിനു ശേഷം യുക്രൈന്റെ 3ാമത്തെ F-16 യുദ്ധവിമാനമാണ് നഷ്ടപ്പെടുന്നത്. ആകെ എത്ര യുദ്ധവിമാനം വാങ്ങി എന്നത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയിൽ നിന്നും മറ്റും പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്നും സൈനിക പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതിന് തൊട്ട് പിന്നാലെയാണ് യുക്രൈനിൽ കനത്ത വ്യോമാക്രമണം നടന്നിരിക്കുന്നത്. തുർക്കിയിൽ വെച്ച് റഷ്യ യുക്രൈൻ പ്രതിനിധികൾ ഒടുവിൽ നടത്തിയ സമാധാന ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. ആക്രമണത്തിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും 12 ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. തലസ്ഥാനത്തുടനീളം വെടിവെച്ചുകളും പൊട്ടിത്തെറിയും കേട്ടതിനാൽ ആളുകൾ മെട്രോ സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചിരുന്നു. സമാനമായ രീതിയിൽ ചെറിയ തോതിലുള്ള ആക്രമണം ലീവിലും നടന്നതായി റിപ്പോർട്ടുണ്ട്. ഇതിനിടെ CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫുമായി സംസാരിച്ചതായി റഷ്യൻ വിദേശ ഇന്റലിജൻസ് മേധാവി സെർജി നാറിഷ്കിൻ പറഞ്ഞു. 2022 ഫെബ്രുവരിയിൽ റഷ്യ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിന് ശേഷം രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു ഇതെന്നും യുക്രൈൻ വ്യോമസേനയുടെ കമ്മ്യൂണിക്കേഷൻസ് മേധാവി യൂറി ഇഫ്നാത്ത് അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു. പടിഞ്ഞാറൻ യുക്രൈൻ പ്രദേശങ്ങൾ ഉൾപ്പെടെ മുൻനിരയിൽ നിന്ന് വളരെ അകലെയുള്ള നിരവധി പ്രദേശങ്ങളെ ബോംബാക്രമണം ലക്ഷ്യമിട്ടതായും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ സൈനിക വ്യാവസായിക സമുച്ചയങ്ങളെയും എണ്ണ ശുദ്ധീകരണശാലകളെയും ആക്രമണം ലക്ഷ്യമിട്ടതായും 3 യുക്രൈനിയൻ ഡ്രോണുകൾ തടഞ്ഞതായും റഷ്യൻ സൈന്യം അറിയിച്ചു. ഇസ്താംബൂളിൽ പുതിയൊരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വെള്ളിയാഴ്ച നടത്തിയ പ്രസ്താവനകളെ ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു ആക്രമണം. പുടിൻ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചതിന്റെ തെളിവാണ് ബോംബാക്രമണമെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. വലിയ ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ളിടത്തോളം കാലം മോസ്കോ നിർത്തില്ല. ഈ യുദ്ധം അവസാനിപ്പിക്കണം. ആക്രമണകാരികളുടെ മേൽ സമ്മർദ്ദം ആവശ്യമാണ്. അതുപോലെ തന്നെ സംരക്ഷണവും. യുക്രൈൻ അതിന്റെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ജീവൻ സംരക്ഷിക്കുന്നതെന്ന് സെലൻസ്കി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 114ലധികം മിസൈലുകളും 1270ലധികം ഡ്രോണുകളും ഏകദേശം 1100 ഗ്ലൈഡ് ബോംബുകളും ഉപയോഗിച്ച് റഷ്യ യുക്രൈനെ ആക്രമിച്ചതായി സെലൻസ്കി പറഞ്ഞു. US വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനുള്ള യുക്രൈന്റെ സന്നദ്ധതയും സെലൻസ്കി വ്യക്തമാക്കി. റഷ്യയുടെ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ F-16 വിമാനം തകർന്ന പൈലറ്റ് കൊല്ലപ്പെട്ടത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ലഭിച്ചത്. വിമാനം തകർന്നു വീഴുന്നതിന് മുൻപ് നിരവധി ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിച്ചതിന് ശേഷമാണ്
വീണ്ടുമാണ് പൈലറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിൽ നിരവധി കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തുടനീളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതോടെ കീവിലെ നിവാസികൾ ബോംബ് ഷെൽട്ടറുകളിലും മെട്രോ സ്റ്റേഷനുകളിലും അഭയം തേടി. ഡ്രോൺ ആക്രമണത്തിൽ പടിഞ്ഞാറൻ ലിവീവ് മേഖലയിലെ ഒരു നഗരം വ്യാവസായിക നഗരത്തിൽ വലിയ തീപിടുത്തമുണ്ടായതായും അറിയിച്ചിട്ടുണ്ട്. കീവ്, ലിവീവ്, പോൾട്ടാവ, മൈക്കോലൈവ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും സ്ഫോടന ശബ്ദം കേട്ടതായി രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ വലിയ തോതിൽ തുടരുന്നതിനിടെയാണ് റഷ്യയുടെ ആക്രമണം കൂടുതൽ ശക്തമാകുന്നത്. ഇസ്താംബൂളിൽ റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ തമ്മിൽ അടുത്തിടെ നടന്ന 2 ചർച്ചകളിൽ പുരോഗതി ഉണ്ടായില്ല. ആന്റി പേഴ്സണൽ ലാൻഡ് മൈനുകൾ നിരോധിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയിൽ നിന്ന് പിന്മാറാനുള്ള പ്രക്രിയ ആരംഭിച്ചതായി യുക്രൈൻ അറിയിച്ചു. പാർലമെന്റിന്റെ അംഗീകാരം ഇപ്പോഴും ആവശ്യമാണെന്ന് മുതിർന്ന യുക്രൈനിയൻ നിയമസഭാ അംഗമായ റോമൻ കൊസ്റ്റെങ്കോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി 1997 ലാൻഡ് മാർക്ക് ഖനി നിരോധന ഉടമ്പടിയിൽ നിന്ന് പിന്മാറാൻ 5 യൂറോപ്യൻ രാജ്യങ്ങൾ സമാനമായ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുക്രൈനുമായി സമാധാന ചർച്ചകൾക്ക് ഒരുക്കമാണെന്ന് വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നിരുന്നു. 2022 യുക്രൈനെതിരെ റഷ്യ യുദ്ധം ആരംഭിച്ചത്. തുടർന്ന് യുഎസും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ സമാധാന ചർച്ചകൾക്ക് ശ്രമിച്ചെങ്കിലും റഷ്യ തള്ളുകയായിരുന്നു. വെടിനിർത്തൽ വേണമെന്ന ട്രംപിന്റെ ആവശ്യവും പുടിൻ തള്ളിയിരുന്നു. എന്നാൽ ഇപ്പോൾ റഷ്യ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിന്റെ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ് പുടിന്റെ നിലപാട് മാറ്റം. റഷ്യയുടെയും യുക്രൈന്റെയും പ്രതിനിധികൾ സമാധാന ചർച്ചയ്ക്കുള്ള തീയതി ഉടൻ തീരുമാനിക്കുമെന്നും പുടിൻ വ്യക്തമാക്കി. യുക്രൈനുമായി ഈ മാസം ആദ്യം സമാധാന ചർച്ചകൾ നടന്നെങ്കിലും ഫലം കണ്ടില്ല. യുഎസിനെതിരെ അദ്ദേഹം പുതിയ വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിരോധ ബജറ്റ് GDPയുടെ 5% ഉയർത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിനോട് പുടിൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: നാറ്റോ രാജ്യങ്ങൾ യുഎസിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങണമെന്നാകും യുഎസ് ഉദ്ദേശിക്കുന്നത്. അതുവഴി യുഎസിന്റെ ആയുധ വ്യവസായ സൂചിക വളരണമെന്നും ആരാണ് പ്രകോപനം സൃഷ്ടിക്കുന്നതെന്നും വ്യക്തമല്ലേ എന്നാണ്. അതായത് വളരെ വ്യക്തമായിട്ട് അമേരിക്കയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് പുടിൻ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇത്രയും കാലമായിട്ട് സമാധാന ചർച്ചകൾ പ്രതിനിധികൾ അവിടെ നടത്തുന്നുണ്ടെങ്കിലും ഒരു അന്ത്യം വരുത്താനായിട്ട് ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്.